പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥാനം വേണമെന്നുള്ളതല്ല. പി കെ ശ്രീമതി 2 തവണ MLA ആയിരുന്ന, 1 തവണ മന്ത്രിയായിരുന്നു. 75 വയസ്സോളം ഉണ്ട്. ഇപ്പോ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ബീഹാറിൽ കൂടി ഈ ഇടയ്ക്ക് ഒരു സമ്മേളനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബീഹാറിൽ നിന്ന് ടീച്ചറുടെ ബാഗും ഒക്കെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. ട്രെയിനിൽ കയറി പൊക്കരടിക്കാറ് അവസാനം മറ്റുള്ളവര് ഒക്കെ ട്രെയിനിലെ മലയാളികളും അല്ലെങ്കിൽ അറിയുന്നവരുണ്ട്, അവരെ കൂടി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് യാത്ര ചെയ്തത്. എന്താ അവര് MLA അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമാണ്. സാമൂഹ്യ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഏറ്റെടുത്ത് ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും അതിന്റെ പ്രവർത്തകരാണ് അതിന്റെ ശക്തി. ആ പ്രവർത്തകരെ മുൻനിർത്തി അവരുടെ വിശ്വാസം അറിയിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് കേരളത്തെ എത്തിച്ചിട്ടുണ്ട്. അത് ഓരോ പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവരൊന്നും പാർലമെന്ററി രംഗത്ത് വരാത്തവരുണ്ട്, ചിലരൊക്കെ വന്നു. ഇങ്ങനെ പാർലമെന്റ് രംഗത്ത് വന്നോ വന്നില്ല എന്നുള്ളതാണ്. കോട്ടാത്തല സുരേന്ദ്രനും അബ്ദുൾ മജീദും തങ്ങൾ കുഞ്ഞും പിന്നെ നമ്മുടെ ശൂരനാട് രക്തസാക്ഷികളും ഒക്കെ ജീവിച്ചിരിക്കേണ്ടവരായിരുന്നല്ലോ. അവർക്ക് ജീവിച്ചിരിക്കാൻ പോലും പറ്റിയില്ലല്ലോ. കാരണം അവർ രാഷ്ട്രീയത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞു. മജീദിനെ കൊലപ്പെടുത്തി, തങ്ങൾ കുഞ്ഞിനെ കൊലപ്പെടുത്തി, മറ്റുള്ള ഇവരൊക്കെ ജീവിച്ചിരിക്കേണ്ടവരായിരുന്നു. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തെ ശക്തമായി കൊണ്ടുവന്നാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തമായി കൊണ്ടുപോകാൻ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലമായി, കേരളത്തിലെ എന്നും സമാധാനത്തോടെ ആളുകൾ ജീവിക്കുന്ന സ്ഥലമായി കൊണ്ടുപോകാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നമുക്കെല്ലാം മുന്നോട്ട് പോകണം. അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ്, അതിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഈ വികസന പരിപാടികളും നയങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ച് നാടിന്റെ നന്മ സംരക്ഷിച്ച് പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്